ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ രഹസ്യ ഏജൻസിയായ മൊസാദിന്റെ കരങ്ങളുണ്ടെന്ന സംശയം സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുന്നു. ആരോപണം ഉയർത്തുന്നത് കൂടുതലും ഹമാസ് അനുകൂലികളാണ്. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട രാഷ്ട്രനായകന് കണ്ണീരിൽ കുതിർന്ന അന്തിമോപചാരം അർപ്പിക്കുകയാണ് രാജ്യം. റൈസിയുടെ ഖബറടക്കം നാളെ ജന്മനാടായ മഷദിൽ നടക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പങ്കെടുക്കും. രഞ്ജിത്ത് രാമചന്ദ്രനാണ് ചേരുന്നത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? സംസ്കാര ചടങ്ങുകൾ ഏത് രീതിയിലായിരിക്കും? അശ്വതി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇറാൻ പ്രസിഡന്റിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹെലികോപ്റ്റർ അപകടവുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങൾ ആ അപകടം നടന്ന ദിവസം മുതൽ തന്നെ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെയൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രചരണം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഹമാസ് അനുകൂലികളാണ് ഇത്തരം പ്രചരണങ്ങൾ പടച്ചുവിടുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഉപരോധമാണ് ഈ അപകടത്തിന്റെ മൂലകാരണം എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി തന്നെ പറഞ്ഞ് നമ്മൾ കണ്ടിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഹെലികോപ്റ്റർ അടക്കമുള്ള അതിനുള്ള അറ്റകുറ്റപ്പണികൾക്കുള്ള സാധനങ്ങളൊന്നും ഉപരോധം മൂലം ഇറാന് കിട്ടിയിരുന്നില്ല, അതൊരു കാരണമായി പറഞ്ഞിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഹമാസ് അനുകൂലി നടത്തുന്ന വലിയ പ്രചരണം എന്ന് പറയുന്നത്, എക്സിലും മറ്റും അവർ തുടർച്ചയായി ഇടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മൊസാദ്, നമുക്കറിയാം മൊസാദ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ചാരസംഘടനക്കാളൊക്കെ വലിയ തോതിൽ ഉള്ള നെറ്റ്വർക്കുള്ള ഒരു ഇസ്രായേലിന്റെ ചാരസംഘടനയാണ്. ഈ മൊസാദിന്റെ അനുകൂലികൾ, മൊസാദിന്റെ പ്രതിനിധികൾ ഇറാന്റെ എല്ലാ മേഖലകളിലും നുഴഞ്ഞു കയറി ഉള്ളൊരു കാര്യം പ്രചരിക്കുന്നുണ്ട്. കാരണം ഇറാന്റെ ഭരണതലത്തിലായാലും മറ്റ് പ്രാദേശികമായാലും സൈനിക തലത്തിലായാലുമൊക്കെ ഈ മൊസാദ് അനുകൂലികളുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന പ്രചരണം നേരത്തെ തന്നെ വ്യാപകമായുണ്ട്. അവർ ഇടപെട്ടാണ് ഇത്തരത്തിൽ ഒരു ഹെലികോപ്റ്റർ എന്ന മൊസാദ് ഏജന്റാണ് ഈ ഹെലികോപ്റ്റർ പറത്തിയത് എന്നുള്ളൊരു പ്രചരണമാണ്. ഹെലികോപ്റ്റർ എന്ന മൊസാദ് ഏജന്റാണ് ഈ അത്തരത്തിൽ ഈ ഹെലികോപ്റ്ററാണ് ഇത്തരത്തിൽ ഈ ഹെലികോപ്റ്റർ താഴ്ത്തി പറന്ന് ഈ കുന്നുകളിൽ ഇടിപ്പിച്ച് ഈ പ്രസിഡന്റിനെയും മറ്റുള്ളവരെയും കൊലപ്പെടുത്തിയത് എന്ന പ്രചരണമാണ്. പക്ഷെ അതിനൊന്നും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണമോ പ്രതികരണമോ ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും മോശം കാലാവസ്ഥയും ഒപ്പം ഹെലികോപ്റ്ററിന്റെ സാങ്കേതിക പ്രശ്നങ്ങളുമാണ് ഈ വിഷയത്തിന് പിന്നിൽ എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇറാന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഉന്നതതല അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് റഷ്യൻ സഹായത്തോടു കൂടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത് എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ ഈ അപകടം നടന്ന അതിർത്തി പ്രദേശങ്ങളിലടക്കം എത്തി ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത്, ഈ അമേരിക്കൻ സഹായം ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇറാൻ തേടിയിരുന്നു എന്നും അത് അമേരിക്ക നിരസിച്ചു എന്നുമുള്ള വളരെ സുപ്രധാനമായ വിവരമാണ്. കാരണം നമുക്കറിയാം അമേരിക്ക ഇറാന്റെ ശത്രു രാജ്യമാണ്. ഈ ശത്രു രാജ്യത്തിന്റെ സഹായം പോലും തേടേണ്ട തക്ക വിധത്തിലേക്ക് ഇറാൻ മാറി ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്നുള്ളതാണ്. പക്ഷെ അമേരിക്ക അതിനെ വീക്ഷിച്ചപ്പോൾ ഈ മലനിരകളിലെത്തി ഈ ഹെലികോപ്റ്റർ കണ്ടെത്തുക എന്നുള്ള ദുഷ്കരമായ പ്രവൃത്തിയാണെന്നും അതിനാൽ ഈ ദൗത്യം ഏറ്റെടുക്കേണ്ട എന്നും പ്രസിഡന്റ് തന്നെ നിർദ്ദേശം നൽകി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഈ സാങ്കേതിക തകരാർ തന്നെയാണ് അപകട കാരണം എന്ന നിഗമനത്തിലാണ് ഇറാൻ ഉള്ളത്. നേരത്തെ അശ്വതി ചോദിച്ചതുപോലെ അന്തരിച്ച ഇറാൻ പ്രസിഡന്റിന്റെ ഖബറടക്കം നാളെ ജന്മനാടായ മഷദിലാണ് നടക്കുക. വലിയ വിലാപയാത്ര കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഇപ്പോഴും പൊതുദർശനമടക്കം പുരോഗമിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഇറാന്റെ പ്രധാനപ്പെട്ട നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാനായി തടിച്ചുകൂടിയത്. ഇന്ത്യയുടെ പ്രതിനിധിയായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ചടങ്ങിൽ നാളെ പങ്കെടുക്കും എന്നുള്ളതാണ്. ഒപ്പം മറ്റൊരു വിവരം പുറത്തു വരുന്നത്, ജൂൺ 28-ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതാണ്. ഇതിനുള്ള നടപടിക്രമങ്ങൾ ആത്മീയാചാര്യന്മാർ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള പ്രധാനപ്പെട്ട വിവരവും പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഹെലികോപ്റ്ററിന്റെ ട്രാൻസ്പോണ്ടർ പ്രവർത്തിച്ചിരുന്നില്ല എന്ന തുർക്കിയുടെ ഒരു വാദവും ഈ ഘട്ടത്തിൽ നിർണായകമാണ്. ഈ ട്രാൻസ്പോണ്ടർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ അപകട സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കൂടുതൽ സമയം കിട്ടിയേനേയും എന്നുള്ള കാര്യവും പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ഏതായാലും അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ പുരോഗതി സംബന്ധിച്ച വിവരങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ലഭിച്ചേക്കാം. അശ്വതി. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിശദവിവരങ്ങൾ നൽകിയത്.